സുഖിച്ച് കണ്ണു കാണാതായ സ്ത്രീയും വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്ന പുരുഷനുള്ളിടത്ത് പെറ്റ വയറിന്റെ വേദനയുമില്ല, പോറ്റാനറിയാവുന്ന പിതാവുമില്ല. ആരെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും. 51 മുറിവുകളുമായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ ആ പിന്നെ കുറിച്ച് തന്നെ പറയുന്നത്. ഈ ന്യൂസ് ഞാൻ ആദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ അറിയോ? എത്രയോ അമ്പലങ്ങളിലെ, പള്ളികളിലെ, ഹോസ്പിറ്റലുകളിലെ പ്രാർത്ഥനയായിട്ടും ചികിത്സയായിട്ടും എത്രയോ സ്ത്രീകൾ നടക്കുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. പക്ഷെ അവർക്കൊക്കെ ഇന്ന് ഈ കണ്ണീരും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. ഇതുപോലെയുള്ള നരഭൂജിയായ മനുഷ്യർക്കാണ് ദൈവം ഇതുപോലെയുള്ള മക്കളെ കൊടുക്കുന്നത്. അവസാനം എന്തിനാണ് ഞാൻ ഈ മണ്ണിൽ ജനിച്ച്, എന്തിനാണ് ഞാൻ ഇവിടുന്ന് കൊല ചെയ്യപ്പെട്ട് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ നിരവധി കുഞ്ഞുങ്ങൾ നമുക്കിടയിൽ ഈ അടുത്തായിട്ട് തന്നെ ഇല്ലാണ്ടായിട്ടുണ്ട്. ഇപ്പൊ മിനിഞ്ഞാന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി പ്രസവിച്ചു എന്ന് മാത്രമല്ല, ശുചിമുറിയിലാണ് പ്രസവിച്ചത്. അങ്ങനെ കുഞ്ഞിനെയും അമ്മയെയും ചികിത്സക്കായി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിലെ 2 റൂമുകളിലായിട്ട് കുഞ്ഞും അമ്മയും സുഖമായിരിക്കുന്നു എന്ന് ഹോസ്പിറ്റലിൽ അറിയിച്ചു. തുടർന്ന് ഈ 19കാരി പറഞ്ഞത്, എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട, അതെന്റെ കുഞ്ഞല്ല എന്നാ പറഞ്ഞത്. ഒരു തരത്തിലും ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ആ 19കാരിയായ അമ്മക്ക് കഴിഞ്ഞില്ല എന്നാണ് സത്യം. അവസാനം ഹോസ്പിറ്റലുകാരും നാട്ടുകാരും ചേർന്ന് സർക്കാരിന്റെ സേഫായ ഒരിടത്തേക്ക് ആ കുഞ്ഞിനെ മാറ്റിയതും ഈ അമ്മക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാ. നിങ്ങളെ 10 മിനിറ്റത്തെ ഒരു സുഖവും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഇതുപോലെ ബലിയേടാകുന്ന ഒരുപാട് കുഞ്ഞു മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. പലപ്പോഴും പലരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്താ അറിയോ? ഇതുപോലുള്ള മരണങ്ങളെ, ഇതുപോലുള്ള പീഡനങ്ങളൊക്കെ ആവുമ്പോഴാണ് ഇത്തരത്തിലുള്ള കേസുകൾ പുറത്തേക്ക് വരുന്നത്. സംഭവം ശരിയാ, മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് എത്തി നോക്കാനുള്ള അധികാരമൊന്നും നമുക്കില്ല. എങ്കിലും ഇവൻ ആദ്യം കെട്ടിയ ഭാര്യയുടെ അന്നത്തെ കോല ഇതാണ് അവൻ കെട്ടുമ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് അതേ സ്ത്രീയാണ് ഈ ഇരിക്കുന്നതും. തമ്മിലുള്ള വ്യത്യാസം അറിയോ? ഇവൾക്ക് മുമ്പ് ഇവൻ കല്യാണം കഴിച്ചതാണ്. ആ പെണ്ണിന്റെ ഒരു അവസ്ഥ എന്താ അറിയോ? അപ്പോ അത്തരത്തിലുള്ള ഇവന്റെ കൈകളിലേക്കാണ് ഈ കുഞ്ഞിനെ ഇവളെ ഏൽപ്പിച്ചത്. ഇതിനു മുമ്പ് കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ കാണാൻ കഴിയൂല നമുക്ക്. അങ്ങനെ ഒരു ഫോട്ടോ ഈ കുട്ടിയുടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ. അതിനകത്ത് ഇവള് പറയുന്നത് എന്താണ്? ആ കുട്ടി സൈക്കിൾമെന്ന് വീണു, 2 കൈയും ഒടിഞ്ഞു എന്നുള്ളത്. സത്യത്തിൽ എത്രത്തോളം വേദന ഈ ഒരു പ്രായം കൊണ്ട് ഈ കുഞ്ഞ് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ അനുഭവിച്ചെന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയൂല. നമ്മുടെ നിയമം ഇവർക്ക് എന്ത് ശിക്ഷ കൊടുക്കും? എന്ത് ശിക്ഷ കൊടുത്താൽ മതിയാവും? ഈ ഒരു ന്യൂസും 2-3 ദിവസം കൊണ്ട് കെട്ടണയും. പല ആളുകളും സ്റ്റോറിയും സ്റ്റാറ്റസും വെച്ച് അതും മറക്കും. അപ്പോഴത്തേക്ക് പുതിയത് വരാനായിട്ടുണ്ടാവും. ഇതൊക്കെയാണല്ലോ സാധാരണ ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. എല്ലാരും പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? നമ്മുടെ നിയമത്തിന് പേടിയില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. നമ്മളെ നിയമത്തിൽ ഏത് ഭാഗമാണ് നമ്മൾ പേടിക്കേണ്ടത്? അങ്ങനെയുള്ള ഏത് നിയമമാണ് ഇതുവരെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്? അപ്പൊ പ്രശ്നം നിയമത്തെ പേടിയില്ലാഞ്ഞിട്ടല്ല, പേടിക്കേണ്ട നിയമം ഇല്ലാത്തത് കൊണ്ടാണ്. ദയവ് വിചാരിച്ചിട്ട് എൻ്റെ വീഡിയോ ഈ കാണുന്ന ആരെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇന്ന് വൃദ്ധന്മാരായാലും ശരി, മാതാപിതാക്കളായാലും ശരി, കുഞ്ഞുങ്ങളായാലും ശരി, ഇവരൊക്കെ നോക്കാം സർക്കാരിന്റെ കീഴിൽ തന്നെ പല സ്ഥാപനങ്ങളും പല ഇടങ്ങളും ഉണ്ട്. അതൊക്കെ അവിടെ വെച്ചിട്ടുള്ള എന്തിനാ അറിയോ? നിങ്ങളെപ്പോലത്തെ നോക്കാൻ കഴിയാത്ത മക്കളെയും മാതാപിതാക്കളെയും അവിടെ കൊണ്ടു കൊടുത്താൽ മതി, അവര് നോക്കിക്കോളും എന്നുള്ളത്. അപ്പോ നിങ്ങൾ നോക്കിയില്ല എന്നുള്ളൊരു പേര് മാത്രമേ വരുള്ളൂ. അവരെ ജീവിക്കാൻ വിട്. ജീവിതം എന്താണെന്ന് പോലും തിരിച്ചറിവില്ലാത്ത ഈ കുഞ്ഞിനങ്ങള് ഇത്രയും മൃഗമായി കൊന്നപ്പോ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് നമ്മുടെ നിയമം എന്ത് ശിക്ഷ തരുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കാലത്തിന്റെ കണക്ക് പുസ്തകം അതൊരിക്കലും വായിക്കാൻ കഴിയൂല. അതിനകത്ത് വ്യക്തമായിട്ട് നിങ്ങൾക്കുള്ള വിധി ഉണ്ടാവും. അത് നിങ്ങൾ ഏറ്റുവാങ്ങിയേ പറ്റുള്ളൂ. അതിന്റെ സത്യവും അതിന്റെ അസത്യവും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ് ഉണ്ടാകേണ്ടതും. പലതും ന്യൂസായി വരുമ്പോൾ മാത്രമേ നമ്മൾക്കിടയിൽ ചർച്ചയും നമ്മൾ അറിയുന്നതും. അല്ലാത്തതും ഈ നാട്ടിൽ എത്രയോ നടക്കുന്നുണ്ട്. ഇന്നും ഇതുപോലെയുള്ള മക്കള് ക്രൂരമായിട്ട് പല വീടുകളിലും പീഡനം സഹിച്ചുകൊണ്ടേ ജീവിക്കുന്നുണ്ട്. അവർക്ക് രംഗത്ത് വരാനോ പുറത്ത് പറയാനോ ഒന്നും അറിയില്ല. ഇപ്പൊ തന്നെ നോക്കിയേ, അയൽവാസികളടക്കം ഈ 51 മുറിവുണ്ടായിട്ടും ആ അയൽവാസിക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ മോൻ ഇത്രയും ക്രൂരമായി ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള സത്യം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ഉള്ളുകൊണ്ട് തന്നെ ചിന്തിക്കുക. എന്തിനാണ് ഇങ്ങനെ ഒരു മക്കൾക്ക് ജന്മം കൊടുക്കുന്നത്? അല്ല, ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ബാധ്യതകൾ എന്താണ് എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. ഈ ഒരു 10 മിനിറ്റിന്റെ സുഖമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുഖവും സന്തോഷവും എന്ന് വിചാരിച്ചിട്ട് ഇതുപോലുള്ള മക്കൾക്ക് ജന്മം കൊടുത്തിട്ട് അവരെ ഇഞ്ചിഞ്ചായി നിങ്ങൾ ദ്രോഹിക്കാതിരിക്കണം.
ഇതുപോലുള്ള നാറികൾക്കൊക്കെ നമ്മുടെ നിയമം എന്ത് ശിക്ഷ കൊടുക്കും? ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതുപോലുള്ള ആളുകളൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. ജനങ്ങളെ കൊണ്ട് കൈകാര്യം ചെയ്യിപ്പിക്കണം നമ്മുടെ നിയമം. എങ്കിലേ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.